കണ്ടറിയണം. നമ്മളിപ്പോൾ ഈ ലോൺസും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോൺസും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഈ PMYG, മുദ്ര അങ്ങനെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് സപ്പോർട്ടുള്ള ലോണുകളും നമ്മുടെ ഗവൺമെന്റ് ഒരുപാട് ഈ പുതിയ സ്റ്റാർട്ടപ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബിസിനസ് സെക്ടർ ഓറിയന്റഡ് ആവാം. ബിസിനസ് ഓൺട്രപ്രണേഴ്സിന്റെ ജെൻഡർ ബേസ്ഡ് വിമൺ ആണെങ്കിൽ സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം എന്ന് പറഞ്ഞ് വിമൺ ഓൺട്രപ്രണർഷിപ്പിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഓരോ സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ചെറിയ ഓൺട്രപ്രണേഴ്സിനെ മുദ്ര സ്കീമിൽ ഒരു 10 lakhs വരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് കൊളാറ്ററൽ. അപ്പോൾ അങ്ങനെ അതിന് ഇൻട്രസ്റ്റ് റേറ്റ് നോർമലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടി കൂടുതലാണ്. ബിക്കോസ് കൊളാറ്ററൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫീയും കൂടെ നമ്മൾ പേ ചെയ്യണം. അതുപോലെ ഒരുപാട് സ്കീംസ് ഇപ്പോൾ ഗവൺമെന്റ് പുതുതായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളത് വളരെ കേരളത്തിൽ പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്ത് കാണുന്നുള്ളൂ. അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാകാം. ചിലപ്പോൾ ഇത് ലെൻഡ് ചെയ്യേണ്ട ബാങ്ക്സ് വേണ്ട ഒരു പബ്ലിസിറ്റി കൊടുക്കാത്തത് കൊണ്ടാവാം. ബാങ്കുകാർ റിജക്ഷൻ അല്ല, ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന പ്രോജക്ട്സ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൂടി കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തേ മതിയാകും. അത് ഒരു ബാങ്കിനും നിഷേധിക്കാൻ കഴിയില്ല. അത് എല്ലാ ബാങ്കും ചെയ്യേണ്ടതാണ്.